വംശവെറിയുണ്ട് എങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ദക്ഷിണേന്ത്യക്കാർക്ക് ഒപ്പം കഴിയുക എന്ന വിവാദ പ്രസ്താവനയുമായി ദക്ഷിണേന്ത്യക്കാരെ വംശീയമായി അധിക്ഷേപിച്ച് ബി.ജെ.പി. നേതാവ്. ഇതിന്റെ വിശദമായ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ദില്ലിയിൽ നിന്ന് നൽകും. സന്തോഷ്, ആരാണ് ഈ ബി.ജെ.പി. നേതാവ്? എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത്? അരുൺ, ബി.ജെ.പി. നേതാവും ബി.ജെ.പിയുടെ തന്നെ മുൻ എം.പിയുമായ തരുൺ വിജയാണ് വിവാദമായ പരാമർശം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി നോയിഡയിൽ, പ്രത്യേകിച്ച് യു.പി. ബോർഡർ പങ്കിടുന്ന യു.പി. ഡൽഹി ബോർഡറുള്ള നോയിഡയിൽ ആഫ്രിക്കൻ വംശജർക്കെതിരെ വ്യാപകമായ അക്രമം നടക്കുന്നുണ്ട്. ഈ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി ഒരു ഇംഗ്ലീഷ് ചാനൽ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കവെയാണ് തരുൺ വിജയ് അതിനിന്യമായ രീതിയിൽ ദക്ഷിണേന്ത്യ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലുള്ള വംശീയ പരാമർശം നടത്തിയിരിക്കുന്നത്. തരുൺ വിജയ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ആഫ്രിക്കൻ വംശജർക്കെതിരെ ഇന്ത്യയിൽ അമർഷമുണ്ട്, പക്ഷെ അവരെ ആക്രമിക്കും എന്ന് പറയുന്നത് ശരിയല്ല. കാരണം കേരളം, കർണാടക, ആന്ധ്ര തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെല്ലാം കറുത്തവരാണ്. അവരെല്ലാം ഞങ്ങളോടൊപ്പം ഇവിടെ ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്. അവരെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല, പിന്നെങ്ങനെ ആഫ്രിക്കക്കാരെ ആക്രമിക്കും എന്നാണ് തരുൺ വിജയ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഉദാഹരണങ്ങളും ഈ ചർച്ചയിൽ ചോദ്യകർത്താവായി നിന്ന മാധ്യമപ്രവർത്തകനോട് മറുപടിയായി തന്നെ തരുൺ വിജയ് പറയുന്നുണ്ട്. ഒന്ന്, മഹാരാഷ്ട്രയിൽ ബീഹാറികളെ ആക്രമിച്ചിരുന്നു, മറാഠികൾ ബീഹാറികളെ ആക്രമിച്ചിരുന്നു. ബീഹാറിൽ വെച്ച് മറാഠികളെ തിരിച്ചും ആക്രമിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ സമൂഹങ്ങൾ പരസ്പരം പലപ്പോഴും ആക്രമിക്കാറുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള ഉദാഹരണങ്ങൾ നിരത്തിയാണ് തന്റെ വാദം തരുൺ വിജയ് സമർത്ഥിച്ചിരിക്കുന്നത്. അതായത് ഈ ബി.ജെ.പി. ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് ഇദ്ദേഹം, ബി.ജെ.പിയുടെ മുൻ എം.പി. കൂടിയാണ് ഇദ്ദേഹം. വളരെ വ്യക്തമായി ദക്ഷിണേന്ത്യക്കാർക്കെതിരെ കൃത്യമായ പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അബോധമായ വാക്കുകൾ എന്ന് പറയാം, അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നു ബി.ജെ.പിയുടേത് എന്ന് വായിച്ചെടുക്കാമോ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ? അരുൺ, ദക്ഷിണേന്ത്യക്കാരോട് അത്ര അടുത്ത മനോഭാവമല്ല ഈ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ബി.ജെ.പി. നേതാക്കൾ പലപ്പോഴും കാണിക്കുന്നത്. ഒരു കൃത്യമായ ഒരു അവഗണനയും അകൽച്ചയും ഒക്കെ പാലിക്കാറുണ്ടെന്ന് പലപ്പോഴും നേതാക്കൾ തന്നെ അഭിപ്രായപ്പെടാറൊക്കെയുണ്ട്. അത് ഒരു ചർച്ചയിലൂടെ ആണെങ്കിലും തരുൺ വിജയിലൂടെ പുറത്തു വന്നിരിക്കുന്നു. എക്സിക്യൂട്ടീവ് അംഗം എന്നതിനുപരി RSSും ബി.ജെ.പിയും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഒരു ചാലക ശക്തിയായി നിൽക്കുന്ന ഡൽഹിയിലെ ഒരു പറ്റം നേതാക്കൾ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് തരുൺ വിജയ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഫ്രിക്കൻ വംശജർക്ക് സമാനമായി ദക്ഷിണേന്ത്യയെ കാണുന്നു എന്നതാണ്. അത് വെറുതെ പറഞ്ഞു പോവുകയല്ല എന്നതുകൂടി ശ്രദ്ധിക്കണം. സംസ്ഥാനങ്ങളുടെ പേരെടുത്തു പറഞ്ഞു തന്നെയാണ് ആ പരാമർശം നടത്തിയിരിക്കുന്നത്. അവരെ ആക്രമിക്കാത്ത ഞങ്ങൾ എങ്ങനെ ആഫ്രിക്കക്കാരെ ആക്രമിക്കും എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ നിൽക്കുന്ന തർക്കങ്ങളൊക്കെ ഇതിന് ഉദാഹരണമായി നിരത്തിക്കൊണ്ടാണ് തന്റെ വാദം തരുൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഒരു ചാനൽ ചർച്ചയിൽ പെട്ടെന്ന് വന്ന് പറഞ്ഞു പോയി എന്ന രീതിയിൽ എടുക്കാനാവുകയുമില്ല. ഇപ്പോൾ ഈ തരുണിന്റെ ഈ വാദം വന്നതിന് ശേഷവും ബി.ജെ.പി. ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം ഇന്നും നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഖേദപ്രകടനം നടത്താനോ ബി.ജെ.പി. തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയം. തരുൺ വിജയ് തന്നെയാകട്ടെ അതിനുശേഷം ഇത് വിവാദം ആയപ്പോൾ, നിരവധി നേതാക്കൾ രംഗത്തെത്തിയപ്പോൾ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രതിഷേധം ഉണ്ടായപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഖേദം പ്രകടിപ്പിക്കാനും തരുൺ തയ്യാറായിട്ടില്ല. അതായത് ഇന്ത്യ ആഫ്രിക്ക പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അധ്യക്ഷൻ കൂടിയാണ് ഈ തരുൺ വിജയ്. ഈ ഗ്രേറ്റർ നോയിഡയിൽ ഈ നൈജീരിയക്കാർ ആക്രമണത്തിന് വിധേയരായ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അൽ ജസീറയുടെ പ്രതിനിധി കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിനാണ്, ഇന്ത്യയിൽ ആഫ്രിക്കക്കാർ സുരക്ഷിതരാണോ എന്ന ചോദ്യത്തിനായിരുന്നു അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയാണ് എങ്കിൽ ദക്ഷിണേന്ത്യക്കാർക്കൊപ്പം ഞങ്ങൾ കഴിയുന്നില്ലേ, അവർ സുരക്ഷിതരാണ് എന്ന് വളരെ കൃത്യമായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. സന്തോഷ്, അരുൺ, അതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹം ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രകടമായി തന്നെ വരുന്നുണ്ട്. ആ ചർച്ചയുടെ മുഴുവൻ പൂർണ്ണ രൂപവും നമുക്ക് വിവിധ സോഷ്യൽ മീഡിയകളിലൂടെ ഇപ്പോൾ പരസ്യമായി വരുന്നുമുണ്ട്. അത് നമുക്ക് മുഴുവൻ കാണുമ്പോൾ തന്നെ അദ്ദേഹം തന്റെ നിലപാട് പറയാൻ ഒപ്പമുള്ള മറ്റ് വിഭാഗക്കാരെ കൂട്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ കടുത്ത രീതിയിലുള്ള ഒരു വിവേചനം ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന തരത്തിൽ
നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി പരോക്ഷമായി അംഗീകരിക്കുകയാണ് ഇവിടെ തരുൺ വിജയ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ പോലൊരാളെയാണ് ഈ ഇത്തരത്തിലുള്ള ഇൻഡോ ആഫ്രിക്കൻ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്ചര്യകരം. കാരണം ഇത്തരമൊരു വിവാദ പ്രസ്താവന വരുമ്പോഴെങ്കിലും സ്വാഭാവികമായി BJP പ്രതികരിക്കേണ്ടതാണ്. പക്ഷെ അതുണ്ടായില്ല എന്നത് മാത്രം. എന്ന് മാത്രമേ ഇപ്പോഴും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. വളച്ചൊടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഖേദപ്രകടനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തരുൺ വിജയ് നീങ്ങുന്നുമില്ല. ഈ ആഫ്രിക്കൻ വംശജർക്കൊപ്പം ഇദ്ദേഹം ദക്ഷിണേന്ത്യക്കാരെ ചേർത്തതിൽ ഇപ്പോൾ മറ്റു പാർട്ടികൾ കൂടി, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശക്തമായ പാർട്ടികൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാർലമെന്റ് നടക്കുന്നൊരു സമയമാണ്. ഇവിടെ ഈ വിഷയം ഉയർന്നിട്ടുണ്ട്. DMK ADMK അടക്കമുള്ള പാർട്ടികൾ, കർണാടകയിൽ നിന്നുള്ള പാർട്ടി, കേരളത്തിൽ നിന്നുള്ള MP അടക്കമുള്ളവർ ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം വളരെ വ്യക്തമായി തന്നെ അറിയിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും BJP തങ്ങളുടെ നിലപാടിൽ തന്നെ നിൽക്കുന്നു. തരുൺ വിജയുടെ കാര്യത്തിൽ ഒരു നിഷേധത്തിന് പോലും അദ്ദേഹത്തിന്റെ പ്രസ്താവന നിഷേധിക്കുന്ന തരത്തിലുള്ള നിലപാടെടുക്കാൻ BJP തയ്യാറായിട്ടില്ല. അതായത് കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്ര എന്നിങ്ങനെ 4 സംസ്ഥാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. തെലങ്കാന എന്ന പുതിയ സംസ്ഥാനം കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായി. 5 സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യയിൽ. ഈ പൊതുവിൽ ദക്ഷിണേന്ത്യക്കാരെ വിശേഷിപ്പിച്ചിരുന്നത് ഒരു വലിയ വിഭാഗം മദ്രാസി എന്നായിരുന്നല്ലോ. അവരുടെ ആ പൊതുബോധം തന്നെയാണോ ഈ BJP നേതാവിനെയും നയിക്കുന്നത്? അത്തരത്തിൽ തന്നെയാണോ ഒരർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത്? ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കൃത്യമായ വംശീയ വേർതിരിവ് തന്നെ എടുത്തു പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യക്കാർ, മറാഠികൾ, ബീഹാറികൾ തുടങ്ങിയൊക്കെയുള്ള വാക്കുകൾ ഉടനീളം, ആ ചർച്ചയിൽ ഉടനീളം തന്നെ തരുൺ വിജയ് ഉപയോഗിക്കുന്നുമുണ്ട്. ഒരു തരത്തിലും ഒരു ദേശീയ സങ്കല്പത്തിനൊപ്പം നിൽക്കുന്നു ആ തരത്തിലുള്ള ഒരു പ്രസ്താവനയോ വാക്കുകളോ ഒന്നും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ വിവേചനം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 5 സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ പോലും മഹാരാഷ്ട്രക്കാർക്ക്, പിന്നീട് ബീഹാർ ആകട്ടെ, ഇവിടെ എത്തുമ്പോൾ ബീഹാറികൾ, മറാഠികൾ എന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് അവരെ മാറ്റുന്നത്. ദക്ഷിണേന്ത്യക്കാരെ കറുത്തവർ എന്നുകൂടി എടുത്തു പറയുന്നു. ആ തരത്തിലുള്ള വംശീയ അധിക്ഷേപത്തിലേക്ക് കൂടി തരുൺ കടക്കുന്നു എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഭാരതവർഷ അല്ലെങ്കിൽ ആര്യഭൂമിയിൽ ജനിച്ച ആര്യന്മാരാണ് തങ്ങൾ എന്ന ഒരു പൊതുബോധം അവരെ നയിക്കുന്നുണ്ടായിരുന്നല്ലോ. ബാക്കിയുള്ളവരൊക്കെ ദ്രാവിഡന്മാരാണ്, കറുത്തവരാണ്. ഇങ്ങനെ ഒരു പൊതുബോധം, അതിൻ്റെ പരിണത ഫലം, ആ മനോഭാവം ഉത്തരേന്ത്യക്കാർ, പ്രത്യേകിച്ച് സവർണ മനോഭാവം പുറത്തെടുത്തിരുന്നു ഒരു വലിയ അളവോളം ഈ BJP നേതാക്കൾ. അങ്ങനെ കൂടി കാണാമോ യഥാർത്ഥത്തിൽ ഇതിനെ? അരുൺ പറഞ്ഞു വരുമ്പോൾ അത് RSSന്റെ താത്വിക അവലോകനത്തിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള ഒരു വേർതിരിവും ചിന്തകളും ഒക്കെ ഈ തരുൺ വിജയൊക്കെ പഠിച്ചു എന്ന സംഘപരിവാറിന്റെ വിവിധ നാൾവഴികളിൽ ഉള്ളത് തന്നെയാണ്. അത് തന്നെ ആയിരിക്കാം MP കൂടിയായി ഇപ്പോൾ അദ്ദേഹം ഒരു വലിയ കേന്ദ്ര സർക്കാരിന്റെ ഒരു തണലിൽ വലിയൊരു സ്ഥാനം വഹിക്കുമ്പോൾ പോലും അത് വാക്കുകളിലൂടെ പുറത്തു വരുന്നത് വളരെ ഗുരുതരമായ ഒരു വിശേഷം തന്നെയാണ്. കാരണം BJP നേതാക്കളിൽ നിന്ന് ഇത്തരത്തിൽ ഉണ്ടാകും എന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെടും. പക്ഷെ ഒരു കേന്ദ്ര അല്ലെങ്കിൽ കേന്ദ്രഭരണം കൈയാളുന്ന ഒരു പാർട്ടിയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി മാന്യത പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷെ അതുണ്ടായില്ല. പഴയ പറഞ്ഞ പോലെയുള്ള അധിനിവേശങ്ങൾ, ആര്യ ദ്രാവിഡ വിവേചനങ്ങൾ, മറ്റു വർണ്ണ വിവേചനങ്ങൾ, ജാതി വിവേചനങ്ങൾ, മതവിവേചനങ്ങൾ, അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ആഗ്രഹം പലപ്പോഴും ഇത്തരം വിഭാഗങ്ങളിൽ കാണും. കാരണം അതൊരു വോട്ട് ബാങ്കായി മാറുമ്പോഴാണ് ഇത്തരം വിവേചനങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് പോലും. അതൊക്കെ ആയിരിക്കാം ഇവരുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. അത്തരം നമുക്ക് അങ്ങനെ സംശയിച്ചാലും ചൂണ്ടിക്കാണിച്ച പോലുള്ള സംശയങ്ങളിലേക്ക് കടന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരം ചിന്തകളും ഉണ്ടാകാം. ഈ ദേശീയത എന്ന സങ്കല്പത്തിനെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന എന്ന തരത്തിൽ പൊതുവിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. നവമാധ്യമങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് നിലവിൽ ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ? അരുൺ, അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദേശീയത എന്ന സങ്കല്പത്തെ തന്നെ അട്ടിമറിക്കുന്നതാണ് ഇത്തരം നേതാക്കളുടെ വാക്കുകൾ. ദക്ഷിണേന്ത്യക്കാരെ ആഫ്രിക്കൻ വംശജരോടൊപ്പം കാണുന്നു, അല്ലെങ്കിൽ അവരെ അതേ സമാന മനസ്കതയിൽ കാണുന്നു. മൊത്തം ഇന്ത്യ എന്ന സങ്കല്പം അവരുടെ മുമ്പിലില്ല, തരുൺ വിജയ് പോലുള്ള BJP നേതാക്കളുടെ മുമ്പിലില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ സ്ഥിതിവിശേഷം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള ഒരു
പ്രതിഷേധം പല ഭാഗങ്ങളിലും ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചാൽ ഇപ്പോൾ പാർലമെന്റ് നടക്കുന്ന ഒരു സമയം, വിവിധ എംപിമാർ പാർലമെന്റിലുണ്ട്. ദക്ഷിണേന്ത്യ അടക്കമുള്ള അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുള്ള എംപിമാരുണ്ട്, DMK ADMK എംപിമാരൊക്കെ ഉണ്ട്. അവർ പലതരത്തിലുള്ള പ്രസ്താവനകളുമായി ഇപ്പോൾ തന്നെ രംഗത്ത് എത്തുന്നുണ്ട്. പക്ഷെ ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രസ്താവന BJPയുടെ ഭാഗത്തു നിന്നാണ്. സ്വാഭാവികമായും തരുൺ വിജയുടെ ഇത്തരം ഒരു പ്രസ്താവന വിവാദമാകുമ്പോൾ അത് തള്ളിപ്പറയാൻ BJP തയ്യാറാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷെ BJP ആസ്ഥാനത്തോ അല്ലെങ്കിൽ BJPയുടെ പ്രമുഖരായ നേതാക്കളെയോ കാണുന്ന മാധ്യമ പ്രവർത്തകർക്ക് അക്കാര്യത്തിൽ നിരാശയാണ്. ഒരു തരത്തിലും BJP ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, തരുൺ വിജയെ തള്ളിപ്പറയുന്ന നിലപാടിലേക്ക് മാറുന്നില്ല. കഴിയുന്ന മാധ്യമങ്ങളിൽ നിന്ന് മാറി ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് അകന്നു മാറാനുള്ളൊരു ശ്രമം മാത്രമേ നടത്തുന്നുള്ളൂ. ദക്ഷിണേന്ത്യക്കാർക്കിടയിൽ ഈ പ്രസ്താവനയിലൂടെ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധം അല്ലെങ്കിൽ വംശീയമായി ആൾക്കാരെ വേർതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളൊന്നും അവർ വലിയ കാര്യമാക്കുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. അരുൺ, യഥാർത്ഥത്തിൽ ഞങ്ങൾ അവർക്കൊപ്പം കഴിയുന്നില്ലേ, ദക്ഷിണേന്ത്യക്കാർക്കൊപ്പം കഴിയുന്നില്ലേ എന്നാണല്ലോ അദ്ദേഹം ചോദിക്കുന്നത്. ഈ ഞങ്ങൾ എന്നതുകൊണ്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ആരെയാണ്, ഏത് വിഭാഗത്തെയാണ് എന്ന വളരെ ഗൗരവതരമായ ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നിട്ടുണ്ടോ? അരുൺ, ഉത്തർപ്രദേശിൽ സംസ്ഥാന ഭരണം BJP കൈയാളിയതിനു ശേഷമുള്ള അവിടുത്തെ അക്രമ സംഭവങ്ങൾ, അവിടുത്തെ വിവേചനങ്ങൾ, ഇക്കാര്യത്തിൽ നമുക്ക് പരിശോധിച്ചുകൊണ്ട് ഈ ചോദ്യത്തിലേക്ക് കടക്കാം. കാരണം ആ ഭരണം വന്നതിന് ശേഷം ന്യൂനപക്ഷങ്ങളെ കൃത്യമായി വേർതിരിച്ച് കാണുന്ന ഒരു മനോഭാവം അവിടെ വളരെ പ്രകടമായിട്ടുണ്ട്. രാജസ്ഥാനിൽ 2 ദിവസം മുമ്പ് നാം കണ്ടതും അത് തന്നെയാണ്. നിയമപരമായി പശു വാങ്ങിച്ച് യാത്ര ചെയ്യുന്ന ഒരു ന്യൂനപക്ഷത്തെയാണ് ആക്രമിക്കുന്നത്. UP-യിലും അത് കൃത്യമായ വിവേചനങ്ങൾ കാണുന്നു. പലപ്പോഴും തങ്ങളുടെ ഭക്ഷണ രീതി, മതരീതി, ജീവിത രീതിക്ക് അനുസൃതമല്ല എങ്കിൽ അത് ശത്രുവായി കാണുന്ന വിഭാഗം ഒരു ഇന്ത്യൻ ജനതയുടെ ഭാഗം, ഇന്ത്യയുടെ ദേശീയതയുടെ ഭാഗമായി ആ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന അത്തരമൊരു രീതിയിലേക്കോ ചിന്തകളിലേക്കോ പോകുന്നില്ല. അത് തന്നെയാണ് തരുൺ വിജയ് പറയുന്നത്. വിജയ് പറയുമ്പോഴും സൂചിപ്പിക്കുന്ന സ്വാഭാവികമായും തങ്ങൾ എന്ന് പറയുമ്പോൾ അത് BJP തന്നെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്. കാരണം ആ ഇന്റർവ്യൂവിൽ പോലും, അഭിമുഖത്തിൽ പോലും BJP പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പ്രതിനിധാനം ചെയ്യുന്നത് BJP തന്നെ. തങ്ങൾ എന്ന് പറയുമ്പോൾ അത് BJP എന്നേ കാണാനാവുകയുള്ളൂ. ഇവിടെ ദക്ഷിണേന്ത്യയിൽ ഇവിടെ ഡൽഹിയിൽ തങ്ങൾ ദക്ഷിണേന്ത്യക്കാർക്കൊപ്പം കഴിയുന്നു, അവരെ ആക്രമിക്കുന്നില്ല, പിന്നെ എങ്ങനെ ആഫ്രിക്കക്കാരെ ആക്രമിക്കും എന്ന ചോദ്യത്തിലൂടെ സ്വാഭാവികമായും അവർ ഉയർത്തുന്നത് ഒരു പക്ഷത്ത് BJP, മറുപക്ഷത്ത് മറ്റുള്ളവർ, മറ്റു ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ വംശീയമായി മറുപക്ഷത്ത് കറുത്തവർ നിർത്തേണ്ടവർ എന്ന 2 വിഭാഗങ്ങളുടെ കൃത്യമായ വേർതിരിവ് ഉയർത്തിക്കാട്ടുന്നുണ്ട്.